സർ, കേരള കോൺഗ്രസ് എം ഇപ്പോൾ LDFിലാണ്. അത് UDFിലെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവുമായിട്ട് ലയിക്കണം എന്നൊരഭിപ്രായം ഉയർന്നു വന്നിട്ടുണ്ട്. അങ്ങനെ ലയിച്ചു ചേർന്നാൽ സ്വാഭാവികമായിട്ടും കേരള കോൺഗ്രസ് എം അടങ്ങുന്ന ആ കേരള കോൺഗ്രസ് UDFിലേക്ക് വരാനാണ് സാധ്യത. അങ്ങനെയെങ്കിൽ UDFിലെ രണ്ടാമൻ ആരായിരിക്കും? മുസ്ലിം ലീഗ് ആണോ കേരള കോൺഗ്രസ് ആണോ? ഈ എം മാത്രമല്ല ഇത് ലയിക്കേണ്ടത്, ഇപ്പുറത്തേക്ക് വന്ന് ജോസഫുമായിട്ട് ലയിക്കേണ്ടത് എല്ലാ കേരള കോൺഗ്രസ്സുകാരും. അങ്ങനെ PJ ജോസഫ് ഒരാഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. 84 വയസ്സായി, വയസ്സാം കാലത്തുള്ള ഒരു ആഗ്രഹമാണ്. പക്ഷേ വയസ്സാം കാലത്ത് തോന്നിയ ഒരാഗ്രഹം എന്ന് പറഞ്ഞാൽ ആ ആഗ്രഹത്തിന് പിന്നിൽ, ആ ആഗ്രഹം ഉണ്ടാക്കിച്ചതിന് പിന്നിൽ ആരോ ഉണ്ടെന്ന് ഞാൻ സംശയിക്കുന്നു. ഏകീകൃത കേരള കോൺഗ്രസ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എല്ലാ ഞണ്ടുപുണ്ട് കേരള കോൺഗ്രസ്സുകളെല്ലാം ഉണ്ടല്ലോ, എല്ലാവരും കൂടി വരുന്നവരെ എല്ലാം കൂടി ഇങ്ങോട്ട് വരണം. വന്നു കഴിയുമ്പോൾ ഇവരുടെ അംഗസംഖ്യ അങ്ങ് വർദ്ധിക്കത്തില്ലേ? അവർക്കെല്ലാം ഓരോരോ ചെറിയ കക്ഷികളൊക്കെ ഇല്ലേ, ഓരോന്ന് വിധമുള്ളവർ, പിന്നെ മറ്റുള്ളവരും എല്ലാവരും ഉണ്ട്. എല്ലാവരും കൂടെ അങ്ങ് ചേർന്ന് കഴിയുമ്പോൾ കേരള കോൺഗ്രസ് ഏതിനു മുകളിലാകും? ലീഗിനും മുകളിൽ പോകാൻ സാധ്യതയുണ്ട്. പോകാൻ സാധ്യതയല്ല, പോയിരിക്കും. അപ്പോൾ ഇതെന്താണ് ഇങ്ങനെ ജോസഫിനെ കൊണ്ട് പറയിച്ചത്? ലീഗിൻ്റെ ഒരപ്രമാദിത്വം വല്ലാതെ നിന്ന് കളിക്കുന്നുണ്ട്. ലീഗിനെ ഒന്ന് ഒതുക്കാൻ കൊട്ടുകൊടുക്കണം. അത് തന്നെ നോക്കിക്കൊണ്ടാണ്. കാരണം ലീഗ് ഇങ്ങനെ പതുക്കെ ഇപ്പൊ കുറച്ച് സൈലന്റ് ആയിട്ടിരുന്നുകൊണ്ടാണ് കാര്യങ്ങളൊക്കെ മൂവ് ചെയ്യുന്നത്. ഇപ്പൊ നിലമ്പൂരിൽ അതിശക്തമായ പ്രവർത്തനമൊക്കെയാണ് കാഴ്ചവെച്ചത്. അല്ല, നിലമ്പൂരിലെ വിജയത്തിൽ ലീഗിന് വലിയ പങ്കുണ്ട്, അത് കോൺഗ്രസ്സുകാർ തന്നെ സമ്മതിക്കുന്നുണ്ട്. പിന്നെ ഈ ലയനമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ, അതായത് കേരള കോൺഗ്രസ് എല്ലാം കൂടെ ഒന്നിച്ചു കഴിഞ്ഞാൽ ജോസ് കെ മാണിയെയും കൂടി ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം എന്നും കണക്ക് കൂട്ടുന്നുണ്ട് കോൺഗ്രസ്സുകാർ. സാർ, അങ്ങനെയെങ്കിൽ മധ്യ കേരളത്തിലും നമ്മുടെ തെക്കൻ കേരളത്തിലും കേരള കോൺഗ്രസ്, തെക്കൻ കേരളത്തിൽ തിരുവനന്തപുരം, കൊല്ലം ഒഴിച്ചാൽ ബാക്കി ജില്ലകളിൽ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ വരെ അവർക്ക് പ്രവർത്തനമുണ്ട്. അത്യാവശ്യം അവർ വിചാരിച്ചാൽ MLA-മാരെ സൃഷ്ടിക്കാൻ സാധിക്കും. നല്ല സംഖ്യ MLA-മാരെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷെ അത് കേരള കോൺഗ്രസിലുമായിട്ടായിരിക്കും. അങ്ങനൊരു ഗുണമുണ്ട്. ഈ ലീഗ് അങ്ങനെയല്ല. മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ്, വയനാട് ബെൽറ്റുകളിൽ നിന്നുകൊണ്ട് പരമാവധി ലീഗിൻ്റെ MLA-മാരെ സൃഷ്ടിക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷെ ഇവിടെ കേരള കോൺഗ്രസ് വരുമ്പോഴുള്ള ഒരു ഗുണം, ലയിച്ചു ചേർന്നാൽ അത് കോൺഗ്രസിനും കൂടെ നേട്ടമാണ്. അതുകൊണ്ട് കോൺഗ്രസിന് താല്പര്യം കൂടുതൽ, ലീഗിനേക്കാൾ കൂടുതൽ താല്പര്യം ഉണ്ടാവുക കേരള കോൺഗ്രസിനോടായിരിക്കും. തീർച്ചയായിട്ടും ആണ്. കേരള കോൺഗ്രസിന് ഘടകകക്ഷികളിൽ 1-ാം സ്ഥാനം തന്നെ കൊടുക്കുക എന്നുള്ളതാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ നിൽക്കുന്നത് ആരാണ്? ലീഗാണ്. ലീഗ് അങ്ങനെ ഘടകകക്ഷികളിലല്ല, UDFിൽ തന്നെ ഒന്നാമനെന്നുള്ള മട്ടിൽ നിൽക്കുകയാണ്. കാരണം വിലപേശൽ വല്ലാതെ വർദ്ധിക്കും. 26 അധികാരത്തിൽ വരികയാണെങ്കിൽ നോക്കിക്കോ, വിലപേശൽ ഒന്നാം തരമായിട്ട് നടക്കും. അപ്പം ഇത് ജോസ് കെ മാണിയെയും കൂടി ഇപ്പുറത്തേക്ക് കൊണ്ടുവരണം. കോൺഗ്രസിന് അതിന് താല്പര്യമുണ്ട്. VD സതീശന്റെ നീക്കം തന്നെയാണ് ഇതിനകത്ത്, തോന്നില്ലേ? VD സതീശനെ കോൺഗ്രസുകളെ ഒരുമിപ്പിക്കാനുള്ള ഒരു ശ്രമം VD സതീശന്റെ നേതൃത്വത്തിൽ നടക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. VD സതീശന് ലീഗിനോട് അത്ര വലിയ താല്പര്യം ഇല്ലല്ലോ. ലീഗിന് തിരിച്ചും VD സതീശനോട് ലീഗിന് അത്ര താല്പര്യമില്ല. അങ്ങോട്ട് എങ്ങനെയാണെന്നുള്ളത് അത്ര വ്യക്തമല്ല. അൻവറിനെ നിലമ്പൂരിൽ ഇറക്കണം, അതെ, അൻവറിലൂടെ നിലമ്പൂരിങ്ങ് പിടിക്കാം എന്നാണ് മുസ്ലിം ലീഗ് കരുതിയത്. അൻവർ 3 സീറ്റുകളാണ് അധികം ചോദിച്ചത്. അതെ, അടുത്ത 2026 അടിസ്ഥാനത്തിലാണ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസ് അങ്ങോട്ട് പോകും. അതെ, അപ്പൊ എന്താ ഈ പതുക്കെ അങ്ങ് കോൺഗ്രസിനെ അങ്ങ് വിഴുങ്ങാമെന്നാണ് തീർച്ചപ്പെടുത്തിയത് ലീഗ്. അൻവറിനെ മലബാറിലെങ്കിലും കോൺഗ്രസിനെ കവച്ചു വയ്ക്കണം, പരമാവധി MLA-മാർ ലീഗിൻ്റെതായിരിക്കണം, പ്രത്യേകിച്ച് മുസ്ലിം MLA-മാരെ സൃഷ്ടിക്കണം എന്നൊരു അജണ്ട ലീഗിനുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. അതെ, എനിക്ക് തോന്നുന്നു നിലമ്പൂരിൽ ആര്യാടൻ മുഹമ്മദ് എടുത്ത അതേ സ്റ്റേണായിട്ടുള്ള തീരുമാനം തന്നെയാണ് VD സതീശനും എടുത്തത്. ആര്യാടൻ മുഹമ്മദ് ലീഗുമായിട്ട് പലപ്പോഴും ലീഗുമായിട്ട് ഏറ്റുമുട്ടുന്ന വലിയ മനസ്സിലായിരുന്നു. അപ്പൊ VD സതീശനും അത് കറക്റ്റായിട്ട് അൻവറിനെ അവിടെ നിർത്തി. ഇപ്പോഴും പുറത്ത് നിൽക്കുകയാണ്. ഇനി താല്പര്യമില്ല എന്നുള്ള മട്ടിൽ തന്നെയാണ് നിൽക്കുന്നത്.
അപ്പോൾ പതുക്കെ കൊണ്ട് ലീഗിനെ ചവിട്ടി താഴേക്ക് എത്തിക്കുക, കേരള കോൺഗ്രസിന് മുന്നണിയിൽ നല്ല സ്പേസ് കൊടുക്കുക, ലീഗിന്റെ വിലപേശലിനെ തകർക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ലീഗിന്റെ വിലപേശലിനെ പ്രതിരോധിക്കാൻ തക്കവണ്ണമുള്ള ശക്തിയുള്ള ഒരു സാഹചര്യത്തിലേക്ക് കേരള കോൺഗ്രസിനെ കൊണ്ടുവരിക. അതാണ് വി ഡി സതീശൻ. എന്തിനു വേണ്ടി കൂടിയാണെന്ന് അറിയാമല്ലോ? കേരളത്തിലെ ക്രൈസ്തവ സമുദായത്തെ ഒപ്പം നിർത്തുക, കയ്യിലെടുക്കുക. അതായത് BJP-യിലേക്ക് പോകാൻ സാധ്യതയുള്ള വോട്ടുകളെ പരമാവധി കോൺഗ്രസിലേക്ക് എത്തിക്കുക. ഇപ്പൊ സണ്ണി ജോസഫിനെ KPCC അധ്യക്ഷ സ്ഥാനത്ത് കൊണ്ടുവന്നു. എന്നിട്ട് ഇതുപോലെ കേരള കോൺഗ്രസിനെ ഇങ്ങ് കൊണ്ടുവന്നിട്ട് മൊത്തത്തിൽ ഇവിടെ നിർത്തിക്കൊണ്ട് കേരള കോൺഗ്രസിൽ നല്ലൊരു പങ്കും ക്രൈസ്തവരാണ്, നായന്മാരും ഉണ്ട്. അതെ, പക്ഷെ ക്രൈസ്തവർക്കാണ് അവിടെ കൂടുതൽ മുൻതൂക്കം. പള്ളിക്കാരും പട്ടക്കാരും ഒക്കെയാണ് അതിനകത്ത് നിർണായക ഘടകം എന്ന് പറയുന്നത്. അപ്പോൾ അത് കൂടുതൽ വോട്ട് ശേഖരിക്കാൻ പറ്റും. പിന്നെ ഈ മുസ്ലിം ലീഗിനെ ഒന്ന് അടിച്ച് പത്തി താഴ്ത്തുമ്പോൾ ഹൈന്ദവ വോട്ടുകളും സമാഹരിക്കാം എന്ന് VD സതീശനും മറ്റും കണക്ക് കൂട്ടുന്നു. ഈ കോൺഗ്രസ് പരിപൂർണമായിട്ട് ലീഗിന് കീഴടങ്ങി എന്നൊരു തോന്നൽ കേരളത്തിലുണ്ട്. അതാണ് ഈ നായർ വോട്ടുകൾ, ഹിന്ദു പിന്നാക്ക വോട്ടുകൾ ഒക്കെ കോൺഗ്രസിനെ വിട്ടു പോകാനുള്ള ഒരു പ്രധാന കാരണം. ഈ ലീഗിനെ തീറ്റിപ്പോറ്റിയത് കൊണ്ടാണല്ലോ പിന്നെ നായരും ഈഴവരും ഒക്കെ പോയത് കൂടുതലായിട്ട് തന്നെ. ക്രൈസ്തവർ പോയില്ലേ? ക്രൈസ്തവർക്ക് എന്ത് എതിർപ്പായിരുന്നു ഉണ്ടായിരുന്നത് ഇതിനകത്ത്? അന്ന് 5ാം മന്ത്രി സ്ഥാനം മുതൽ തന്നെ തുടങ്ങിയതാണ്. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഈ അവരുടെ ഇതിനൊക്കെ അബ്ദുറബ്ബായിരുന്നു അന്ന് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ. അതെ, മുസ്ലിം ഇതിന് നബിദിനത്തിനൊക്കെ അവധിയൊക്കെ കൊടുക്കുന്ന കാണണം, വാരി കോരി അങ്ങ് അവധിയായിരുന്നു. അപ്പം ഇപ്പൊ വേറൊരു തരത്തിൽ പിണറായി വിജയൻ പിന്നെ മുസ്ലിം വിഭാഗത്തെ പ്രീതിപ്പെടുത്തുന്നു. ഇപ്പോഴും പിണറായി വിജയനും പ്രീണനം നടത്താൻ മോശമല്ല. കാരണം ഇതിനാണ് അടുത്ത തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ്. ഇതെനിക്ക് തോന്നുന്നു VD സതീശൻ കറക്റ്റായിട്ട് കളിക്കുകയാണ്. ഇപ്പോൾ VD സതീശന്റെ കയ്യിലാണ് ബോൾ ഇരിക്കുന്നത് കേട്ടോ. അതും കൊണ്ട് കറക്റ്റായിട്ട് ഗോള് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇത് ജോസഫിന്റെ ഈ ആഗ്രഹം ഒരു സുപ്രഭാതത്തിൽ പൊട്ടിമുളച്ചതല്ല, അല്ല. ഇത് വളരെ ആസൂത്രിതമായിട്ട് തന്നെയാണ്. ജോസഫ് മനസ്സിലാക്കുന്നുണ്ട് 2026 അധികാരത്തിൽ വരും, ജോസഫിനും മകനെ ഇറക്കണം. അപ്പൊ ഇനി ഇതിനിടയ്ക്ക് ഒന്നും പിളരാതിരുന്നാ കൊള്ളാം കേട്ടോ. അവിടുന്ന് ജോസ് കെ മാണി ഇങ്ങോട്ട് വരുമ്പോൾ കുറച്ച് അവിടെ നിൽക്കുക, ഇവിടെ ഇനി ജോസഫിന്റെ മകനെ ഇറക്കിയത് കൊണ്ട് അവിടെ ഇനിയും പിളർപ്പുണ്ടാകാതിരിക്കാൻ. പിന്നെ അതിൽ പിന്നെ നമുക്ക് ഞെട്ടേണ്ട കാര്യമില്ല, കേരള കോൺഗ്രസ് അല്ലേ, പിളർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്ത് നല്ല ബ്രെയിനാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. കേരള കോൺഗ്രസിനെ മുഴുവൻ പിന്നെ UDF-ലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അത് വിജയിച്ചു കഴിഞ്ഞാൽ ഒന്നാം തരം വിജയമായിരിക്കും കേട്ടോ. ഈ തീർച്ചയായിട്ടും. എങ്കിൽ ഒരു കാരണവശാലും കോൺഗ്രസിനും UDF-നും തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. ഒരു 80 സീറ്റിന് മുകളിൽ. ഇനി അഥവാ നമ്മൾ പറയുകയാണ് ലീഗ് എങ്ങാനും ചാടി അപ്പുറത്തേക്ക് പോയാൽ പോലും പേടിക്കേണ്ട കാര്യം വരുത്തില്ല. കാരണം ഇവർക്ക് വളരെ സേഫ് ആയിട്ടുള്ള സീറ്റും അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് ഒരു ഭരണവിരുദ്ധ വികാരവും ലീഗ് അങ്ങനെ പെട്ടെന്ന് LDF-ലേക്ക് പോകില്ല. അങ്ങനെ അവർക്കറിയാം പോയാലുള്ള അപകടം എന്താണെന്ന്. അവർ പണ്ട് അവിടെ ആയിരുന്നു, അവിടുന്ന് ചാടി ഇങ്ങോട്ട് വന്ന് അതിനുശേഷം അവർക്കുണ്ടായ നേട്ടങ്ങളും മെച്ചങ്ങളും അവർക്ക് അറിയാം. അല്ല, ഇവിടെ UDF കിടന്ന് മേയുന്ന പോലെ അവിടെ മേയാനൊന്നും പറ്റില്ല. അവിടെ CPM-കാർ മൂക്കുകയറിടും. അപ്പൊ എന്തായാലും VD സതീശന്റെ ഒക്കെ ഈ ബ്രെയിൻ നന്നായി വളരെ കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് UDF. അതുകൊണ്ട് എല്ലാ തലങ്ങളിലും അവര് പോരായ്മകളും വീഴ്ചകളും ഒക്കെ പരമാവധി പരിഹരിച്ച് വളരെ ആയിക്കൊണ്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അപ്പൊ PJ ജോസഫിന്റെ ഈ വാക്കുകൾ വെറും വാക്കല്ല, വളരെ കാര്യത്തോടു കൂടിയുള്ള വാക്കുകൾ തന്നെയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.